ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ അദീനയുടെ നിക്കാഹാണ്. അപ്പൊ നമ്മൾ എക്സാം ഒക്കെ 1.5 മണിക്കൂറിന്റെ എക്സാം 3/4 മണിക്കൂർ കൊണ്ട് എഴുതി നമ്മളിപ്പോ ശ്രീഷ്ണൂരം വന്ന് നിക്കാണ്. നമ്മൾ ആദ്യം കൺഫ്യൂഷനിലായിരുന്നു, ട്രെയിന് പോണോ ബസ്സിന് പോണോ. അങ്ങനെ അവസാനത്തെ കാൽക്കുലേഷന്റെ ഒക്കെ അവസാനത്തിൽ ഞങ്ങൾ ബസ്സിൽ പോകാൻ തീരുമാനിച്ച്. അങ്ങനെ ആര്യമ്പാവ് പോയിട്ട് അവിടുന്ന് കോഴിക്കോട് ബസ് കയറാനാണ് ബസ് വന്നു. സൂപ്പർ ഫാസ്റ്റ് അല്ലേ? അരമണിക്കൂർ കഴിഞ്ഞ ഞാൻ വെണ്ടൂടാ. ഞങ്ങൾ കോഴിക്കോട് ബസ് കയറി ഗൈസ്. പോയി ബസ്സൊക്കെ പോവാ. നമ്മൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ 3 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി. രാവിലെ എക്സാം ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡായിരുന്നത്. അപ്പം ഞങ്ങൾ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് കൊടുവള്ളിക്ക് ബസ് കയറണം. നമ്മൾ KSRTC സ്റ്റാൻഡിലാണ്. ലിഫ്റ്റായിട്ടില്ല, ബസ്സിന്റെ ഉള്ളിലായോണ്ടാണ്. താഴെ ഇറങ്ങി നടക്കുന്നൊക്കെ പോവാണ്. നമ്മൾ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കൊടുവള്ളിക്കുള്ള ബസ് നോക്കി നിൽക്കാം. 10-20 മിനിറ്റ് നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ പോവാന്ന് വിചാരിച്ചു. വേറെ ടീംസും ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു. പരദൂഷണം പറയുന്ന അനുജക്ക് ഇഷ്ടപ്പെട്ടില്ല. എക്സ്പ്രഷൻ കണ്ടറിയാം. ലിപ്സ്റ്റിക് ഇട്ട താടിയും കൂടി ഇല്ലാത്ത മസിലുള്ള ഒരു ചെക്കനെ തപ്പി നമ്മള് കോഴിക്കോട് വരെ എത്തി. ഇവിടെയാണല്ലോ അങ്ങനത്തെ ആൾക്കാരുള്ളേ. അയച്ചൊന്നും പറയുന്നില്ല. അതെ അതെ. അപ്പൊ നമ്മള് പടനിലെത്തി. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമാണ്. എല്ലാരും ചത്ത പോലെ. ഞങ്ങള് 3-4 മണിക്കൂർ ബസ്സിൽ തന്നെയായിരുന്നു. ദീനയുടെ വീട്ടിലെത്തി കഴിച്ചു. ഫോൺ കാണിച്ച എല്ലാരോടും. അപ്പൊ ഓടിക്കോടിക്കോടിക്കോ നമ്മളെത്തി. നമുക്കിനിയിപ്പോ റെഡി ആവണം. ആകെ ചത്ത കോലത്തിലാണ് നമ്മൾ എത്തിയത്. ഞങ്ങളെ അതുപോലെ വീട്ടിലെത്തി. നമുക്ക് റെഡി ആവണം. ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. അനുജയ്ക്ക് തല മിന്നത്. അപ്പോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.